ബിടെക് പ്രോജക്ടിന് ഫണ്ടിംഗ് ഇല്ലയോ? ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥി ആണോ നിങ്ങൾ? വിഷമിക്കേണ്ട, നിങ്ങൾക്കായുള്ള സാമ്പത്തിക പദ്ധതികളാണ് ഈ ഷോർട്സിൽ നൽകിയിട്ടുള്ളത്. ഇതിനായി നിർദ്ദിഷ്ട ഫോർമാറ്റിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഈ സെന്ററുകളെ സമീപിക്കുക. ഒന്നാമതായി ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്റർ TRC, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരം. ഗതാഗത മേഖലയിലെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത സമൂഹം നേരിടുന്ന ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി പ്രായോഗിക ഗവേഷണത്തിനും സാങ്കേതിക കൈമാറ്റത്തിനും ഉതകുന്ന ഗവേഷണങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും ട്രാൻസ്പോർട്ടേഷൻ വിഷയം അടിസ്ഥാനമാക്കിയുള്ള പ്രോജക്ടുകൾക്ക് സാമ്പത്തിക സഹായം നൽകി വരുന്നു. രണ്ടാമതായി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരത്തിലെ പ്രോഡക്റ്റ് ഡിസൈൻ ഡെവലപ്മെന്റ് സെന്റർ അഥവാ ഈ സെന്റർ പ്രോഡക്റ്റുകൾക്കായി പുതിയ ഡിസൈനുകൾ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭാവി സംരംഭകർക്ക് സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നു. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാവുന്നതാണ്. മൂന്നാമതായി കോട്ടയത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ റീയൂസബിൾ ബിൽഡിംഗ് സിസ്റ്റം, വിപുലീകരിക്കുന്ന നഗര അടിസ്ഥാന സൗകര്യങ്ങളുടെ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനാണ് പുനരുപയോഗിക്കാവുന്ന കെട്ടിട സംവിധാനം. ബഹുജന ഭവന പദ്ധതികളുടെ സമയക്രമം ത്വരിതപ്പെടുത്തുന്നതിന് നൂതന സാമഗ്രികൾ, ഘടനാപരമായ ഘടകങ്ങൾ സംയോജിപ്പിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. സുസ്ഥിരമായ വിഭവ ഉപയോഗവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മെറ്റീരിയൽ രൂപപ്പെടുത്തുന്നു. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രോജക്റ്റുകൾക്ക് ഈ സെന്റർ സാമ്പത്തിക സഹായം ലഭിക്കാവുന്നതാണ്. നാലാമതായി കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ റൂറൽ ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ RTDC, ഗ്രാമീണ സാങ്കേതിക വിദ്യകളുടെ പുരോഗതിക്കായി പ്രത്യേകം സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനായി ഉള്ള സെന്റർ. പരമ്പരാഗത സാങ്കേതിക വിദ്യകൾ ഉയർത്തുന്നതിന്, കാര്യക്ഷമവും ഫലപ്രദവുമായ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന്, നൂതനമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിന് ഉപകരിക്കുന്ന സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാവുന്നതാണ്. അഞ്ചാമതായി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരത്തിലെ സ്റ്റുഡന്റ് സാറ്റലൈറ്റ് ലോഞ്ച് പ്രോഗ്രാം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുമായി ISRO സഹകരിച്ച് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഒരു വിദ്യാർത്ഥി സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ നിർദ്ദേശിക്കുന്നു. 3 മുതൽ 4 വരെ വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാവുന്ന ദീർഘകാല പദ്ധതിയാണിത്. സെന്റർ ഫോർ ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് CSIR ആണ് പദ്ധതി ഏകോപിപ്പിക്കുന്നത്. സാറ്റലൈറ്റ് പ്രോജക്ടിന് ആവശ്യമായ ഘടകങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാവുന്നതാണ്. ആറാമതായി ബാർട്ടൺ ഹില്ലിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സെന്റർ ഫോർ ബാംബു ടെക്നോളജി സെന്റർ, നിർമ്മാണ സാമഗ്രിയായി മുളയിൽ ഗവേഷണം നടത്തുക, വാണിജ്യ ഉൽപ്പന്നമായി മുളയുടെ മൂല്യവർദ്ധനവ്, ജൈവ ഇന്ധനമായി മുള ഉപയോഗിക്കുക, മുള സാങ്കേതികവിദ്യയിൽ ഗവേഷണം നടത്തുന്ന എന്നിവ ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാവുന്നതാണ്. ഏഴാമതായി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് സെന്ററുകൾ, ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് നിർദ്ദേശിക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജുകൾ ഫാക്കൽറ്റി അംഗങ്ങൾക്കിടയിൽ ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണം സുഗമമാക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പ്ലാറ്റ്ഫോമുകളായി പ്രവർത്തിക്കാൻ കേന്ദ്രങ്ങൾ വിഭാവനം ചെയ്യുന്നു. സമൂഹത്തിന് ഉപയോഗപ്രദമായ ഗുണനിലവാരമുള്ള ഗവേഷണ ഫലങ്ങൾ നൽകുവാൻ ഈ സെന്ററുകൾ പ്രവർത്തിക്കുന്നു. UG-PG തലത്തിൽ മൾട്ടി ഡിസിപ്ലിനറി പ്രോജക്ടുകൾ ഏറ്റെടുക്കുന്നതിനും വിവിധ വിഭാഗങ്ങളിലെ ഫാക്കൽറ്റി അംഗങ്ങളുടെ മേൽനോട്ടത്തിൽ ഡോക്ടറൽ പഠനങ്ങൾ നടത്തുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും കേന്ദ്രം ഫാക്കൽറ്റി അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കും. എട്ടാമതായി തൃശൂരിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ റോബോട്ടിക്സ് ആൻഡ് AI നോഡൽ സെന്റർ, കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ടെക്നിക്കൽ ഹൈസ്കൂളുകൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ കേന്ദ്രം. റോബോട്ടിക്സ് ആൻഡ് AI വിഭാഗത്തിലെ മികവിന്റെ കേന്ദ്രം. റോബോട്ടിക്സ്, ഓട്ടോമേഷൻ, ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട ഗവേഷണം മുൻനിർത്തിയുള്ള സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാവുന്നതാണ്. ഒമ്പതാമതായി കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ സിസ്റ്റംസ്, എനർജി ആൻഡ് എൻവയോൺമെന്റ് CC. 1. മാലിന്യ സംസ്കരണം. 2. ഊർജ്ജക്ഷാമം. 3. മറ്റ് അനുബന്ധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് സാങ്കേതികമായും പാരിസ്ഥിതികമായും അനുയോജ്യവുമായ പരിഹാരങ്ങൾ നൽകുക എന്നതാണ് ഈ മികവിന്റെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഊർജ്ജം, പരിസ്ഥിതി എന്നിവയുടെ ഒരു ഇന്റർ ഡിസിപ്ലിനറി ഡൊമൈനിൽ വരുന്ന പുനരുപയോഗ ഊർജ്ജം, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, പരിസ്ഥിതി ശാസ്ത്രം, സിസ്റ്റം വിശകലനം, ഊർജ്ജ ഓഡിറ്റ് എന്നിവ അടിസ്ഥാനമാക്കി സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാവുന്നതാണ്. 10. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരത്തിലെ സെന്റർ ഫോർ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങിയ കമ്പ്യൂട്ടേഷണൽ സ്കീമുകൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഉപകരണമാണ് ഉയർന്ന പെർഫോമിംഗ് കമ്പ്യൂട്ടിംഗ്. ആരോഗ്യ സംരക്ഷണം, കൃഷി, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, നിരീക്ഷണം, എപ്പോഴും കേൾക്കുന്ന ഓഡിയോ ഉപകരണങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിലൂടെ നൂതനമായ പരിഹാരങ്ങൾ കൊണ്ടുവരാൻ വിദ്യാർത്ഥികളെ വിഭാവനം ചെയ്യുന്നു. PhD UG-PG വിദ്യാർത്ഥികൾക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യയുമായി സമ്പർക്കം ലഭിക്കുകയും ഉയർന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യമുള്ള ഗുണനിലവാരമുള്ള സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രോജക്ടുകൾ തീസിസ് ഇവിടെ ചെയ്യാവുന്നതാണ്. 11. തൃശൂരിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് മിറ്റിഗേഷൻ,
സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളുടെ ദുരന്തങ്ങളും അനന്തരഫലങ്ങളും തടയുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ പ്രയോഗവും അനുബന്ധ ലഘൂകരണ പ്രവർത്തനങ്ങളും ഈ കേന്ദ്രം ലക്ഷ്യമിടുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് മിറ്റിഗേഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നു. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രോജക്ടുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാവുന്നതാണ്. 12ാമത്തേത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരത്തിലെ സെന്റർ ഫോർ നാനോ ഇലക്ട്രോണിക്സ്. VLSI ഫാബ്രിക്കേഷനായുള്ള നാനോമെട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ അനലോഗ്, ഡിജിറ്റൽ ഡിസൈൻ, മോഡലിംഗ്, സിമുലേഷൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സെന്റർ ഫോർ നാനോ ഇലക്ട്രോണിക്സ് ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യം നേടുവാൻ സഹായകരമായ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രോജക്ടുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാവുന്നതാണ്. 13 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരത്തിലെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് ഇൻ എഞ്ചിനീയറിംഗ്, CDCare. ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണമാണ്. ട്രാൻസ്ലേഷൻ റിസർച്ച്, കമ്മ്യൂണിറ്റി എക്സ്റ്റൻഷൻ സർവീസ്, ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ലിങ്കേജ് എന്നിവയ്ക്ക് സൗകര്യമൊരുക്കുന്ന സംസ്ഥാനത്തിന്റെ നോഡൽ സെന്ററായി ഈ കേന്ദ്രം പ്രവർത്തിക്കും. ഈ ഘടകങ്ങൾ ഉൾപ്പെടുന്ന സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രോജക്ടുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാവുന്നതാണ്. 14 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരത്തിലെ സെന്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, CST. സുസ്ഥിര ഗതാഗതത്തിനായി ഉയർന്ന മർദ്ദത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റ്, കാറ്റിൽ നിന്നുള്ള ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ, പൈറോളിസിസ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്നുള്ള ഇന്ധനങ്ങൾ, ലൂബ്രിക്കന്റുകൾ എന്നിവയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യങ്ങൾ. പാഴ് എണ്ണയിൽ നിന്നുള്ള വ്യാവസായിക ലൂബ്രിക്കന്റുകൾ ഉൽപ്പന്നങ്ങൾ, കാറ്റലിസ്റ്റുകൾ ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് അനുയോജ്യമായ സാങ്കേതികവിദ്യ, സുസ്ഥിര കെട്ടിടങ്ങൾ, നടപ്പാതകൾ മുതലായവയ്ക്കുള്ള സാങ്കേതികവിദ്യ, സുസ്ഥിര വ്യവസായങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സംഭവത്വം സൃഷ്ടിക്കുക തുടങ്ങിയവ പ്രധാന ഉദ്ദേശങ്ങൾ. ഈ ഉദ്ദേശങ്ങൾക്കു സഹായകരമായ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രോജക്ടുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാവുന്നതാണ്. 15 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരത്തിലെ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ഇ-മൊബിലിറ്റി. ഇലക്ട്രിക് വാഹനങ്ങൾക്കായി തദ്ദേശീയ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുന്നതിനാണ് പദ്ധതി. വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിലവിലുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം സ്ഥാപിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത്തരം സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്തുവാനുള്ള സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി എല്ലാ ബ്രാഞ്ചുകളിലെയും പ്രോജക്ടുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാവുന്നതാണ്.